അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയും പാലക്കാട് ടൗൺ വരെയും തിരിച്ച് പാലക്കാട് ടൗൺ മുതൽ തിരുവനന്തപുരം വരെയുമാണ് ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ എറണാകുളത്തു നിന്നും മധ്യ കേരളത്തു നിന്നൊക്കെ മധുരയ്ക്ക് പോകുന്നവർക്ക്, പളനിക്ക് പോകുന്നവർക്കൊക്കെ അമൃത എക്സ്പ്രസ് വലിയൊരു സഹായമായി മാറി. ആ ട്രെയിനിനെയാണ് ഇപ്പോൾ മധുരയിൽ നിന്ന് രാമേശ്വരം വരെ നീട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അനന്തപുരി എക്സ്പ്രസ് ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു സർക്കുലർ ജേണി ടിക്കറ്റ് കാണുകയുണ്ടായി. ഇപ്പോൾ ഈ റൂട്ട് നോക്കിയാൽ മനസ്സിലാവും, പുള്ളിക്കാരൻ കേരളത്തിലും തമിഴ്നാട്ടിലും ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹം അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റിലെയും അയാളുടെ ബിസിനസ് കേന്ദ്രങ്ങളിൽ പോയി ആവശ്യത്തിന് സമയം ചെലവഴിച്ച് കച്ചവടമൊക്കെ നടത്തിയിട്ട് ഈ വന്ന പോലെ തിരിച്ചു മടങ്ങി പോകുന്നു. കന്യാകുമാരി, രാമേശ്വരം, മധുര, പളനി, ഇത് ഒരുപക്ഷെ കേരളത്തിൽ, മധ്യ കേരളത്തിൽ തൃശ്ശൂരോ എറണാകുളമോ അല്ലെങ്കിൽ കൊല്ലം, ട്രിവാൻഡ്രം തുടങ്ങി എവിടെയുള്ളവർക്കും സൗകര്യപ്രദമായ ഒരു സർക്കുലർ ജേണിയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. നമസ്കാരം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ അമൃത എക്സ്പ്രസ് ഇപ്പോൾ മധുരയിൽ നിന്ന് രാമേശ്വരം വരെ നീട്ടിയിരിക്കുകയാണ്. ഈ ട്രെയിനുകളുടെ കാര്യം ചിന്തിച്ചാൽ അതിനൊക്കെ ഒരു ജീവചരിത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. തുടക്കത്തിൽ അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയും പാലക്കാട് ടൗൺ വരെയും തിരിച്ച് പാലക്കാട് ടൗൺ മുതൽ തിരുവനന്തപുരം വരെയുമാണ് ഓടിക്കൊണ്ടിരുന്നത്. അന്ന് ഇത് ഷൊർണൂർ ചെന്നിട്ട് വീണ്ടും എൻജിൻ മാറിയാണ് ഇത് പാലക്കാടേക്ക് പോകുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ ചെന്നിട്ട് വീണ്ടും എൻജിൻ മാറി പാലക്കാട് ടൗണിലേക്ക് പോകും. ഇതേപോലെ രാത്രി തിരിച്ചു വരുമ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പാലക്കാട് ജംഗ്ഷനിലെത്തി വീണ്ടും എൻജിൻ മാറി, അതായത് ഇതിൻ്റെ ദിശ മാറി, വീണ്ടും അത് ഷൊർണൂരെത്തി വീണ്ടും അതിൻ്റെ എൻജിൻ മാറ്റി ഘടിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വരും. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ്. പിന്നീട് ഈ ട്രെയിനിൽ നമ്മുടെ രാജറാണി എക്സ്പ്രസ്സിനെ കണക്ട് ചെയ്തു. അന്ന് തുടക്കത്തിൽ ഇതിലൊരു 8 സ്ലീപ്പർ കോച്ചും 1 സെക്കൻഡ് എ സി കോച്ചും 3-4 ജനറൽ കോച്ചുകളുമാണ് അമൃതയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് രാജറാണി എക്സ്പ്രസ് തിരുവനന്തപുരം നിലമ്പൂർ വരെ പോകുന്ന രാജറാണി എക്സ്പ്രസിൻ്റെ ഒരു പോർഷൻ കൂടി അമൃത എക്സ്പ്രസ്സിനോട് ചേർത്ത് വെച്ചു. അതിൻ്റെ ഒരു 3rd AC കോച്ചും ഒരു 3 സ്ലീപ്പറും ഒരു 2 ജനറലും ചേർത്ത് അങ്ങനെ ഒരു കമ്പൈൻ ട്രെയിനായിട്ടാണ് കുറേ കാലം ഓടിയത്. അതിനുശേഷം നമ്മുടെ രാജറാണി എക്സ്പ്രസ്സിന് മോചനം കിട്ടി. അത് കൊച്ചുവേളി, ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നിലമ്പൂരേക്ക് ഒരു സ്വതന്ത്ര ട്രെയിനായിട്ട് ഓടി. അതിനുശേഷം അമൃത എക്സ്പ്രസ് ഷൊർണൂരിൽ വഴിയുള്ള യാത്ര മതിയാക്കി നേരെ പാലക്കാടേക്ക് പോകുന്ന വഴി ഈ പുഴ ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ ഒറ്റപ്പാലം അതുവഴി പാലക്കാടേക്ക് പോകുന്ന രീതിയായി. അതിനുശേഷം ഈ ട്രെയിനിനെ മധുരയിലേക്ക് നീട്ടി. അങ്ങനെ തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ എറണാകുളത്തു നിന്നും മധ്യ കേരളത്തു നിന്നൊക്കെ മധുരയ്ക്ക് പോകുന്നവർക്ക്, പളനിക്ക് പോകുന്നവർക്കൊക്കെ അമൃത എക്സ്പ്രസ് വലിയൊരു സഹായമായി മാറി. ആ ട്രെയിനിനെയാണ് ഇപ്പോൾ മധുരയിൽ നിന്ന് രാമേശ്വരം വരെ നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രെയിനുകളെ എടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെ ഇങ്ങനൊരു ജീവചരിത്രം കൂടി ഉണ്ടെന്ന് മനസ്സിലാവും. പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകൾക്കും ഇങ്ങനെ ഒരു പരിണാമം, പലതരത്തിൽ റൂട്ടിൻ്റെ കാര്യത്തിൽ, സ്റ്റോപ്പിൻ്റെ കാര്യത്തിലേക്ക് പരിണാമം സംഭവിച്ചാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അതിനൊരു ജീവിതമുണ്ട്. ഇപ്പോൾ നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടിയത് കാരണം നമുക്കൊരു സർക്കുലർ ജേണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പറയുന്നത്. സർക്കുലർ ജേണി ടിക്കറ്റിനെ കുറിച്ച് ഞാൻ ഒരു പ്രധാന വീഡിയോയും പിന്നെ അതിന് അനുബന്ധമായി 2-3 വീഡിയോസും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം സർക്കുലർ ജേണിയുടെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അനന്തപുരി എക്സ്പ്രസ് ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു സർക്കുലർ ജേണി ടിക്കറ്റ് കാണുകയുണ്ടായി. അത് മൻസിലാൽ എന്ന പേരുള്ള ഒരു ഗുജറാത്തി, ഒരു മാർവാടി കച്ചവടക്കാരനാണ് ആ ടിക്കറ്റുമായി വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ സ്ലീപ്പറിൽ വെച്ച് കണ്ടു, സർക്കുലർ ജേണി ആയത് കണ്ട് വിശദമായി നോക്കി അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അപ്പോൾ അതിൽ ജേണി, അയാളുടെ പ്ലാൻ ഇങ്ങനെയാണ്. CSMT, അതായത് മുംബൈയിൽ നിന്ന് ഛത്രപതി ശിവജി ടെർമിനൽസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അയാൾ കാസർഗോഡാണ് അയാളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് കാലിക്കറ്റിലേക്ക് വരുന്നു, കാലിക്കറ്റിൽ നിന്ന് എറണാകുളത്തേക്ക്, എറണാകുളത്ത് നിന്ന് കൊല്ലം, കൊല്ലത്ത് നിന്ന് നാഗർകോവിലിൽ നിന്ന് ഈറോഡിൽ നിന്ന് സേലം, അവിടെ നിന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് വീണ്ടും അദ്ദേഹം മൻസിലാൽ,
ഛത്രപതി ശിവജി ടെർമിനസ് മുംബൈയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ റൂട്ട് നോക്കിയാൽ മനസ്സിലാവും പുള്ളിക്കാരൻ കേരളത്തിലും തമിഴ്നാട്ടിലും ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹം അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 2 സ്റ്റേറ്റിലെയും അയാളുടെ ബിസിനസ് കേന്ദ്രങ്ങളിൽ പോയി ആവശ്യത്തിന് സമയം ചെലവഴിച്ച് കച്ചവടമൊക്കെ നടത്തിയിട്ട് ഈ വന്ന പോലെ തിരിച്ചു മടങ്ങി പോകുന്നു. 4237 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ്. 1620 രൂപ മാത്രമാണ് സ്ലീപ്പറിൽ അതിനുള്ള ചാർജ്. അതിൽ ഈ സൂപ്പർ ഫാസ്റ്റ് ചാർജ് ഉൾപ്പെടെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ഒരു സർക്കുലർ ജേണിയുടെ മാതൃക. ഞാൻ ആ ടിക്കറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് കേന്ദ്രങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളായ കന്യാകുമാരി, തീർത്ഥാടനവും വിനോദയാത്രയ്ക്കും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. കന്യാകുമാരി, രാമേശ്വരം, മധുര, പളനി. ഇത് ഒരുപക്ഷെ കേരളത്തിൽ, മധ്യ കേരളത്തിൽ തൃശ്ശൂരോ എറണാകുളമോ അല്ലെങ്കിൽ കൊല്ലം, ട്രിവാൻഡ്രം തുടങ്ങി എവിടെയുള്ളവർക്കും സൗകര്യപ്രദമായ ഒരു സർക്കുലർ ജേണിയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. അത്യാവശ്യം സമയമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് നടത്തേണ്ട ഒരു യാത്രയാണിത്. ഇതൊരു വിനോദയാത്രയാണ്, നിങ്ങളുടെ എടുപിടി യാത്രയല്ല. അപ്പോൾ ഞാനതിന് സൗകര്യപ്രദമായ ഒരു ട്രെയിൻ റൂട്ടാണ് ഈ പറയുന്നത്. നമുക്ക് കന്യാകുമാരിയിൽ പോകുമ്പോൾ നമുക്ക് സൂര്യ അസ്തമയം കാണണം, സൂര്യോദയം കാണണം, അവിടുത്തെ സംഗതികളൊക്കെ ആസ്വദിക്കും. ഇതിനനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 165/26 ഐലൻഡ് എക്സ്പ്രസ്. ഇതിൽ ഞാൻ എറണാകുളത്തു നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 7:10 എറണാകുളം വിടുന്നു. ഇത് ഉച്ചയ്ക്ക് 2:50 കന്യാകുമാരിയിലെത്തുന്നു. 2:50 സമയമെങ്കിലും മിക്കവാറും അത് 2 മണിയോടുകൂടി കന്യാകുമാരി എത്താറുണ്ട്. ബിഫോർ ടൈം എത്തുന്ന വണ്ടിയാണ്. ഇത് 308 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. ഇത് നോർമലി നമ്മൾ റിസർവ് ചെയ്താൽ 210 രൂപ സ്ലീപ്പറിന് ചാർജ് ഈടാക്കും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു. ശനിയാഴ്ച രാവിലെ ആ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ കന്യാകുമാരി എത്തി. കന്യാകുമാരിയിൽ റൂമൊക്കെ എടുത്ത് സെറ്റായാൽ വൈകുന്നേരത്തെ അസ്തമയമൊക്കെ കാണാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിറ്റേന്നൊരു പകൽ മുഴുവൻ നമുക്കുണ്ട്. 2ാമത്തെ ദിവസം, അതായത് ഇന്ന് ശനിയാണെങ്കിൽ നാളെ ഞായറാഴ്ച, 22/622 22622 രാമേശ്വരം എക്സ്പ്രസ് ഉണ്ട്. അത് കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്നതാണ്. രാത്രി 10:15 പോകുന്നു. അത് അടുത്ത ദിവസം രാവിലെ 5:15. ഇതും മിക്കവാറും രാത്രി വണ്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത, മിക്കവാറും ബിഫോർ ടൈം എത്തുന്ന വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടി ആഴ്ചയിൽ 3 ദിവസമാണുള്ളത്, അത് ശ്രദ്ധിക്കുക. ഞായർ, ചൊവ്വ, വ്യാഴം ഈ 3 ദിവസങ്ങളിലാണ് 22/620 ഓടുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ അടുത്ത ദിവസം രാത്രി വരെ, കന്യാകുമാരിയിൽ ഇന്ന് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാത്രി 10:15 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് കന്യാകുമാരി പൂർണ്ണമായി കാണാനും ആസ്വദിക്കാനും പറ്റിയ സമയമാണത്. അതിനുശേഷം ഈ രാമേശ്വരം എക്സ്പ്രസ്സിൽ കയറി അടുത്ത ദിവസം രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ രാമേശ്വരത്തെത്തുന്നു. രാമേശ്വരം അടുത്ത ഒരു ദിവസം വരെ രാമേശ്വരത്ത് കഴിയുക. രാമേശ്വരം നമുക്കറിയാം, രാമേശ്വരം ടെമ്പിൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധനുഷ്കോടി, ഇവിടെയൊക്കെ പോയതിനു ശേഷം അടുത്ത ദിവസത്തേക്ക് നമുക്ക് വീണ്ടും പ്ലാൻ ചെയ്യാം. അടുത്ത ദിവസം, അതായത് 4ാമത്തെ ദിവസം, നമുക്കിപ്പോൾ രാമേശ്വരം വരെ അമൃത എക്സ്പ്രസ് നീട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയാണ് അത്. 163/44 അമൃത എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെടും. 1:30 പുറപ്പെട്ടാൽ 4 മണിയാകുമ്പോഴത്തേക്ക് അത് മധുരയിലെത്തും. മിക്കവാറും 4 മണിക്ക് മുന്നേ എത്തും. ആ സമയത്ത് എത്തിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ ആസ്വദിച്ച് കാണാനുള്ള സമയമുണ്ട്. അത് പരമാവധി ആ ദിവസവും അടുത്ത ദിവസവും നിങ്ങൾക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്താം. അടുത്ത ദിവസം വൈകുന്നേരം 4 മണിക്ക്, അതായത് 5ാമത്തെ ദിവസം വൈകുന്നേരം 4 മണിക്ക് വീണ്ടും ഇതേ അമൃതയിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പളനിയിലെത്തും. പളനി സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ പളനി ഇതിലേക്ക് കൊടൈ റോഡ് സ്റ്റേഷനുണ്ട്. കൊടൈക്കനാലൊക്കെ പോകണമെങ്കിൽ പോകാം. അത് ഞാൻ വിട്ടിട്ട് പളനിയാണ് പറയുന്നത്. പളനി വന്നു കഴിഞ്ഞു. പളനിയിലെത്തിക്കഴിഞ്ഞാൽ 120 കിലോമീറ്റർ ദൂരം, 150 രൂപയാണ് നോർമൽ ചാർജ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം 6 മണി എത്തും. ആ ദിവസവും അടുത്ത ദിവസം വൈകുന്നേരം 6 മണി വരെ ആ പളനിയിൽ ചിലവഴിക്കാം. അതിനുശേഷം 6ാമത്തെ ദിവസം വീണ്ടും നമ്മുടെ ഇതേ അമൃത എക്സ്പ്രസ് അവിടെ വരും. വൈകുന്നേരം 6 മണിക്ക് അമൃതയിൽ കയറിയാൽ ആ രാത്രി തന്നെ, അതായത് ആ 7ാമത്തെ ദിവസം 12 മണി കഴിയുന്നതോടുകൂടി 12:10 നിങ്ങൾക്ക് എറണാകുളത്ത് വന്നിറങ്ങാം. ഇങ്ങനെ 6 ദിവസത്തെ യാത്രയാണ്. അതിന് 7 ദിവസമാണ് കലണ്ടർ ഡേയ്സ് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് രാത്രി 12:30 നിങ്ങൾ എറണാകുളത്ത് എത്തുന്നതുകൊണ്ട് അതിനൊരു ഡേ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഇങ്ങനെ 6 ദിവസം കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ചുറ്റി വരാൻ നമുക്കിപ്പോൾ സൗകര്യമുണ്ട്.
ഇത് ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ കിലോമീറ്ററും മറ്റ് ചാർജും കൂടെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന ഡിസ്റ്റൻസ് 1263 കിലോമീറ്ററാണ്. ഞാൻ നേരത്തെ സർക്കുലർ ജേണി കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ കാണുക. അതിൽ പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ചാർജാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1263 കിലോമീറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 632 കിലോമീറ്ററായി. ഇതിനുള്ള 2 ഫെയർ നമ്മൾ കൊടുക്കണം. അത് 360 രൂപയാണ് ഒരു പകുതി പോർഷൻ്റെ ചിലവ്, സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ചാർജ്, അതുപോലെ ഒരു 360, അങ്ങനെ 720 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സർക്കുലർ ജേണി കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഇത്രയും മനോഹരമായ, ഇത്രയും സൂപ്പറായ ഒരു യാത്രയ്ക്ക് വെറും സ്ലീപ്പർ ചാർജ് ഈടാക്കുന്നത് 720 രൂപയാണ്. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഓരോ പോർഷനും സെപ്പറേറ്റ് യാത്രയാണെങ്കിൽ നിങ്ങൾക്ക് 980 രൂപ ചാർജ് വരും. ഇവിടെ നിങ്ങൾ സർക്കുലർ ജേണി എടുക്കുമ്പോൾ 720 രൂപയ്ക്ക് ഈ മനോരമ യാത്ര ചെയ്യാം. ഇതിന് ഇപ്പോൾ നമുക്കിത് സാധ്യമാക്കിയത് അമൃത എക്സ്പ്രസ് മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് നീട്ടിയത് കൊണ്ടാണ്. തീർച്ചയായും ഈ യാത്ര പ്ലാൻ ചെയ്യുക. ഫാമിലിയോടൊപ്പം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം, അല്ലെങ്കിൽ തീർത്ഥാടക സംഘങ്ങളായിട്ടോ ഒക്കെ, വിനോദയാത്ര ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യാവുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യമായി പരീക്ഷിക്കാവുന്ന ഒരു സർക്കുലർ ജേണി യാത്രയാണിത്. തീർച്ചയായും ഇത് നിങ്ങൾ യാത്ര ചെയ്യുക, യാത്ര ചെയ്തറിയുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.